ലൈവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ നിള പേജിൽ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ 7 ദിവസം നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന കേരളത്തിൻ്റെ ആയുർവേദ അംബാസിഡർ എന്ന്, ആധുനിക കാലത്തെ കേരളത്തിൻ്റെ ആയുർവേദ അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പത്മശ്രീ കെ കൃഷ്ണകുമാർജിയുടെ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു അനുസ്മരണ പ്രഭാഷണ പരമ്പരയാണ് ഇന്നു മുതൽ നമ്മുടെ നിള പേജിൽ ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വളരെ സജീവമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. ഇന്ന് മിസോറാം ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാറിൻ്റെ ഒരു അനുസ്മരണ വീഡിയോ അപ്ലോഡ് ചെയ്തതോടുകൂടി നമ്മുടെ ലൈവ് പ്രോഗ്രാം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥികൾ കേരളത്തിലെ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം വെച്ചു പുലർത്തിയ അനേകായിരം നല്ല ആളുകളിൽ നമ്മോട് നിന്ന് ചില വ്യക്തികളാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം വെറും ആയുർവേദത്തിൻ്റെ മാത്രം ഒരു പ്രയോക്താവായിരുന്നില്ല, മറിച്ച് ഭാരതീയമായ മുഴുവൻ ശാസ്ത്ര പാരമ്പര്യത്തിൻ്റെയും അതെല്ലാം തന്നെ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുകയും അതിന് പ്രചരണം ലഭിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച മഹത് വ്യക്തിയായിരുന്നു. നിളാവിചാരവേദിക്കും അതുപോലെ തന്നെ ഭാരതപ്പുഴയെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹം വളരെ പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം അവസാനമായി പങ്കെടുത്ത ഒരു പൊതുപരിപാടി നമ്മുടെ ഈ പേജിൽ നടന്ന നിള നദിയെക്കുറിച്ചിട്ടുള്ള വലിയൊരു ചർച്ച പരിപാടിയിലാണ് അദ്ദേഹം അവസാനമായി പങ്കെടുത്തത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുകയും ശ്രദ്ധയിലേക്കും ഒക്കെ ചെയ്ത ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞൻ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായ കെ മുഹമ്മദ് സാറാണ്. അനേകം ആളുകളോട് വളരെ വ്യക്തിബന്ധം വെച്ച് പുലർത്തിയിരുന്ന കൃഷ്ണകുമാർജിയുടെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു കെ മുഹമ്മദ് സാർ. നമ്മളെല്ലാവരും ഭാരത് വളരെയധികം സ്നേഹം അദ്ദേഹമാണ് ഇന്ന് ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹത്തോടൊപ്പം നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. മറ്റൊന്ന് ശ്രീ രാജീവ് ഇരിങ്ങാലക്കുട. അദ്ദേഹവും കൃഷ്ണകുമാർ സാറായി വളരെ അടുത്ത ബന്ധം വെച്ച് പുലർത്തിയിരുന്ന മഹത് വ്യക്തികളിൽ ഒരാളാണ്. രാജീവ് ഇരിങ്ങാലക്കുടയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ വ്യക്തിപരമായ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഈ സ്വാമി വിവേകാനന്ദൻ്റെ കേരള യാത്രയുമായി ബന്ധപ്പെട്ടും രാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ടും വളരെയധികം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. കേരളത്തിലെ വിവേകാനന്ദ സ്വാമിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട യാത്രയുമായി ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള വലിയൊരു ഗവേഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനങ്ങളുടെ സന്യാസിമാരെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം, കേരളത്തിൽ നിന്ന് വന്ന സന്യാസിമാരെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. രാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള സന്യാസിമാരെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ അദ്ദേഹത്തിന് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള മറ്റൊരു മഹത് വ്യക്തി. പിന്നീട് നമ്മോടൊപ്പം ഉള്ളത് ഷൈൻ ഐ ബി.
ഷൈൻ നിള വിചാരവേദിയുടെ ഒരു സജീവ പ്രവർത്തകനാണ്. മറ്റൊന്ന് സന്ധ്യയും ഈ KK കൃഷ്ണകുമാർജിയുടെ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഈ സമിതിയുടെ മുൻനിര പ്രവർത്തകയാണ്. മുഴുവൻ ആളുകളെയും പ്രേക്ഷകരെയും ഈ ലൈവ് ടെലികാസ്റ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുഹമ്മദ് സാറിനെ ഈ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ആദ്യം വീഡിയോ കാണിക്കുന്നില്ലേ? വീഡിയോ കാണിച്ചതിന് ശേഷമാണോ? അതെ സാറേ, വീഡിയോ ഇപ്പൊ കാണിക്കുന്നില്ല. വീഡിയോ അതിന് ശേഷമല്ലേ എന്റെ സംസാരം? അതെ സാർ, അതെ സാർ, അതെ സാർ. എല്ലാവരും ചേർന്ന് ഈ ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയുള്ള എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. നദിയുടെ വിളയുടെ സംരക്ഷണയ്ക്ക് വേണ്ടി അനവരതം പ്രവർത്തിച്ച പട്ടികയിൽ ഡോക്ടർ കൃഷ്ണകുമാറുള്ള അദ്ദേഹം ആയുർവേദത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, അതിന്റെ വികസനത്തിന് വേണ്ടി ആ മഹത്തായ പൈതൃക ചികിത്സാ മേഖലയെ ഉന്നതീകരിച്ചുകൊണ്ട് ലോകമെമ്പാടും ആയുർവേദ അക്ഷീണ യത്നം നടത്തിയ രാജകുമാർജി മറക്കാൻ അദ്ദേഹം തന്റെ ക്രിയാശക്തി, തന്റെ ഇച്ഛാശക്തി, തന്റെ ജ്ഞാനശക്തി ഇതെല്ലാം ആയുർവേദത്തിന് വേണ്ടി അതിന് അദ്ദേഹത്തിന്റെ പിതാവ് സ്ഥാപിച്ച അതിന് രാജ്യമാസകലം അതിന്റെ ശാഖകളും ഉപശാഖകളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം അന്താരാഷ്ട്ര നിലവാരത്തിൽ അംഗീകാരം ആയുർവേദത്തെ നേടിക്കൊടുക്കുന്നതിൽ തന്റെ മികവ് പ്രകടിപ്പിച്ചു എന്നുള്ളത് ചരിത്രത്തിന്റെ താളുകളിലെ നല്ല മനുഷ്യൻ, ധർമ്മനിഷ്ഠയോടുള്ള ജീവിതം, അതോടൊപ്പം തന്നെ കഴിയുന്നത്ര സഹജീവികൾക്കായി സകല ചരാചരങ്ങൾക്കുമായി എല്ലാം അങ്ങോട്ടും കൊടുക്കുന്ന ത്യാഗത്തിന്റെ ഏറ്റവും നല്ല ഉദാത്തമായ സ്വഭാവമായി മഹിമയുള്ള, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം പഠിച്ച ആ ധന്യാത്മാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമ്രക്ഷണത്തിനായിക്കൊണ്ട് ഈ പരിപാടി ഒരാഴ്ചക്കാലം നിൽക്കുന്ന ബഹുജന പങ്കാളിത്തങ്ങളുടെ സമ്മേളനം ഔപചാരിക ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. മുഹമ്മദ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഓക്കെ, ശബ്ദം ക്ലിയർ ആണോ? Can you hear me? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണല്ലേ? സംപൂജ്യരായ ശ്രീ രാജീവ് ജി ഇരിങ്ങാലക്കുട, ശ്രീ വൈപ്പിൻ കുടിയെടുത്ത്, നില സംരക്ഷണ സമിതിയുടെ ശൈലു, ശ്രീമതി സന്ധ്യാജി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
പത്മശ്രീ PR കൃഷ്ണകുമാർജിയുടെ ഈ അനുസ്മരണ മീറ്റിംഗ് ശൃംഖലയിലേക്ക് എന്നെ ക്ഷണിച്ച നിങ്ങളോടെല്ലാവരോടും എൻ്റെ അകൈതവമായ നന്ദി ആദ്യം അറിയിക്കട്ടെ. കഴിഞ്ഞ സെപ്റ്റംബർ 16 2020 ശ്രീ കൃഷ്ണകുമാർജിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും തീരാ ദുഃഖത്തിലാഴ്ത്തി അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തു. പൊതുവെ ഹിന്ദുമതത്തിൽ ഒരു വിശ്വാസമുണ്ട്, കാശിയിൽ മണികാർണിക ഘാട്ട്, അവിടെ പ്രധാനപ്പെട്ട ഘാട്ടുകളിൽ മണികാർണിക, ഹരിശ്ചന്ദ്, ദശാശ്വമേധ ഘാട്ട്, ഇങ്ങനെയുള്ള ധാരാളം ഘാട്ടുകളുണ്ട്. അവിടെ മണികാർണിക ഘാട്ടിൽ ആരെങ്കിലും സംസ്കരിക്കപ്പെട്ടാൽ അവർ നേരെ വൈകുണ്ഠത്തിലേക്ക് പോകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ധാരാളം മൃതശരീരങ്ങൾ ഒരിക്കലും തന്നെ അവിടെ തീ അണയാറില്ല എന്നാണ് പറയാറുള്ളത്. ഇത് ശരിയുമാണ്. ഞാൻ പലപ്പോഴും അവിടെ സന്ദർശിക്കുമ്പോൾ ഇത് കാണാറുമുണ്ട്. പക്ഷേ മണികാർണിക ഘാട്ടിൽ സംസ്കരിക്കപ്പെടാതെ വൈകുണ്ഠത്തിലേക്ക് പോയ, സാക്ഷാൽ സ്വർഗാരോഹണം ചെയ്ത വളരെ ചുരുക്കം ആളുകളിൽ ഒരാളായിരിക്കും ശ്രീ PR കൃഷ്ണകുമാർജി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നമുക്കൊക്കെ അറിയുന്നത് പോലെ 23 സെപ്റ്റംബർ മാസത്തിൽ 1951 അദ്ദേഹം ജനിച്ചു. ഒരു വലിയ കുടുംബത്തിലായിരുന്നു ജനിച്ചിരുന്നത്. ഷൊർണൂർ, പട്ടാമ്പി പ്രദേശങ്ങളൊക്കെ അന്ന് പൈതൃകത്തിൻ്റെയും അതേപോലെ തന്നെ വേദിക് പഠനത്തിൻ്റെയും അതേപോലെ തന്നെ വൈദ്യ പഠനത്തിൻ്റെയും സംസ്കൃത പഠനത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ആ മണ്ണിൽ ജനിക്കുമ്പോൾ തന്നെ, ആ വള്ളുവനാടിൻ്റെ ആ പഴയകാല മണ്ണിൽ ജനിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ, കുറേ സാധനങ്ങൾ നമുക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ആവാഹിച്ചെടുക്കാൻ കഴിഞ്ഞ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പഠനത്തിന് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. പക്ഷെ അതിനേക്കാൾ വളരെ ഉയരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നോട്ടം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ ആവണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ എന്ന് പറഞ്ഞാൽ അതൊരു വിഷനാണ്. ആ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ എന്നതിൽ നിന്ന് ഉയർന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ, അതും ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ, ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതിനെക്കുറിച്ച് അദ്ദേഹം തൻ്റെ 26-27 വയസ്സ് മുതൽ തന്നെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അന്ന് തന്നെ അദ്ദേഹം ഒരു ആയുർവേദിക് കോഴ്സ്, അന്ന് ആരുടെയും മനസ്സിലുദിക്കുക ഒരു ആയുർവേദിക് കോഴ്സ് അദ്ദേഹം രൂപീകരിച്ചു. അത് 7.5 വർഷമുള്ള ഒരു കോഴ്സായിരുന്നു. ആ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ കോഴ്സ് പോലെ ഒരു ഡോക്ടർ ബിരുദം കൊടുക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി. ഒന്ന് മാർഷൽ ആർട്ട്, ഒരു കമ്പൈൻഡ് കോഴ്സ് ആയിരുന്നു. ഒരു മാർഷൽ ആർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്പിരിച്വൽ സ്റ്റഡീസ്, ഇന്ന് നമ്മളെല്ലാം പറയുന്ന മനനം പോലുള്ള സ്പിരിച്വൽ സ്റ്റഡീസ് ഇതേപോലെ ആയുർവേദത്തിൻ്റെ ഭാഗമായിരുന്നു. ഇത്തരത്തിലുള്ള കമ്പൈൻഡ് സ്റ്റഡീസ് ഇത് പണ്ട് നമ്മുടെ ചില വിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്നു. ആ വിദ്യാലയങ്ങളിൽ ചിലതായിരുന്നു നമ്മുടെ തക്ഷശില, നളന്ദ, വിക്രംശില പോലുള്ള യൂണിവേഴ്സിറ്റികൾ. ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ അതിൻ്റെ ഉദ്ഘനത്തിലും അതിൻ്റെ സംരക്ഷണത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി തട്ടിച്ചു നോക്കിയപ്പോഴാണ് ശരിക്കും അന്ന് നളന്ദയിൽ പഠിക്കാൻ വേണ്ടി ഹ്യുയാങ്സാങ് 16,000 നാഴിക നടന്ന് കാൽനടയായിട്ട് വന്നിരുന്നു ഇവിടെ.
അന്ന് നളന്ദയിൽ രത്നഗഞ്ച, രത്നോദതി, രത്നസാഗര പോലുള്ള വലിയ വലിയ ലൈബ്രറികൾ ഉണ്ടായിരുന്നു. 9 നിലകളുള്ള വ്യോമ നിരീക്ഷണാലയം, അതിന് കീഴിലായിരുന്നു ഈ വലിയ ലൈബ്രറി. അതിലായിരുന്നു ഈ കോഴ്സുകൾ മുഴുവനും നടത്തിയിരുന്നത്. അപ്പോൾ കൃഷ്ണകുമാർജി അദ്ദേഹം വിഷ്വലൈസ് ചെയ്ത കോഴ്സിന് ശരിക്കും അത് കോയമ്പത്തൂർ എക്സ്പെരിമെന്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ശരിക്കും അത് ഒരു ഇന്ത്യൻ എക്സ്പെരിമെന്റ് തന്നെയായിരുന്നു. ശരിക്കും ഇത് പാരലൽ തോട്ട്സ് ആണ്. കൃഷ്ണകുമാർജി നളന്ദയെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പലതും പാരലൽ തോട്ട്സ് ആയിരിക്കും. കാരണം ഒരേ ലക്ഷ്യത്തിലേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ പല പാരലൽ തോട്ട്സും നളന്ദയിലും അതേപോലെ വിക്രംശിലയിലും ഇതേപോലെ തന്നെ മറ്റ് തക്ഷശിലയിൽ നടന്ന അതേ വിദ്യാഭ്യാസ സമ്പ്രദായം ആയിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നാട്ടിന് സ്വപ്നം കണ്ടിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടമായിരുന്നു. രണ്ടാമതൊരു ഘട്ടം അദ്ദേഹത്തിന് വന്നു. അത് വെറും ആയുർവേദം പഠിച്ചാലും അത് പോപ്പുലറൈസ് ചെയ്താലും മാത്രം പോരാ. ഇതിന് ലോകത്തിന്റെ മുമ്പിൽ, ലോകത്തിന് സമക്ഷം സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷണൽ മെത്തേഡായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന ആഗ്രഹം വളരെ തീക്ഷ്ണമായപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഇന്നത്തെ ICMR, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതേപോലെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കണ്ടുമുട്ടി കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് തോന്നി. പക്ഷെ തുടക്കത്തിൽ അദ്ദേഹത്തിന് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അത് കാലഘട്ടത്തിന്റെ തകരാറാണ്. അദ്ദേഹത്തിന്റെ മുൻ കാര്യങ്ങൾ കാണാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അതേ അവസരത്തിൽ കാലഘട്ടത്തിന് അത്ര ഉയരാൻ കഴിയാത്തത് കൊണ്ടും ആദ്യമായി ധാരാളം പ്രയാസങ്ങൾ സഹിച്ചു. പക്ഷേ ആ കാര്യത്തിൽ കുറച്ച് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ വിഷൻ എത്രമാത്രം നല്ലതായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം. ഇത് രണ്ടാമ ഘട്ടമായിരുന്നു. മൂന്നാമതൊരു ഘട്ടം വരുന്നത്, ഇത് WHO പോയി, ICMR പോയി, അതിനുശേഷം വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയുമായി അദ്ദേഹം ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുമായി മറ്റൊരു അഗ്രിമെന്റ് ഉണ്ടാക്കി. ഇങ്ങനെ ഇതിനെ ഈ നമ്മുടെ വൈദ്യശാസ്ത്രത്തെ മറ്റൊരു ഉയർന്ന ലോകത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇത് പരക്കെ ലോകം മുഴുവനും അംഗീകരിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പുള്ള ഒറ്റപ്പെട്ട പല ശ്രമങ്ങളും പല ആളുകളും നടത്തിയിരുന്നു. ഇങ്ങനെയുള്ള ഒരു മഹാവ്യക്തിയുടെ അനുസ്മരണമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ, ഞാൻ 2015-16 ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഞാൻ എന്ന ഭാരതീയൻ എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം എഴുതിയത് മിസ്റ്റർ അനീഷ് കുട്ടനായിരുന്നു. ഭാഗ്യവശാൽ അനീഷ് കുട്ടനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും എഴുതിയത്. അത് ഉദ്ഘാടനം റിലീസ് ചെയ്യണമെന്ന് എന്നോട് കുട്ടൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാതൃഭൂമി ഹാള് ബുക്ക് ചെയ്തു. കേരളത്തിൽ അന്ന് ആളുകളെ ധാരാളം പരിചയമില്ലാത്തതിനാൽ എല്ലാ ഉത്തരവാദിത്വവും മിസ്റ്റർ അനീഷ് തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അങ്ങനെ ആരൊക്കെ റിലീസ് ചെയ്യുന്ന കൂട്ടത്തിലുണ്ടാവണമെന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുറപ്പിച്ചു. വൈകുന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പക്ഷേ കൃഷ്ണകുമാർജിയും വന്നേക്കാം. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഞാൻ ഇൻവൈറ്റ് ചെയ്യാതെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ, ഇത്ര ദൂരം, അന്ന് കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുന്നു ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ, കോഴിക്കോട്ട് എത്തുന്നുണ്ടെങ്കിൽ, അതെൻ്റെ മഹാഭാഗ്യമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. തികച്ചും ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ ഒരു 25-30 മിനിറ്റ് മുമ്പ് അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തെ എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു. എന്നെ പലർക്കും അറിയില്ല, പക്ഷെ അദ്ദേഹത്തെ എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു. ഞങ്ങളൊക്കെ ആദരവോടെ കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം എൻ്റെ ചെറിയൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അത് ബട്ടേശ്വറിനെ കുറിച്ചായിരുന്നു. ബട്ടേശ്വർ എന്ന് പറഞ്ഞാൽ ചമ്പൽക്കാടുകൾ. ഈ ചമ്പൽക്കാടുകളിൽ തകർന്നു കിടക്കുന്ന 200-ലധികം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു.
ഈ ക്ഷേത്രങ്ങൾ അവിടെയുള്ള ഉഗ്രപ്രതാപികളായിരുന്ന കൊള്ളക്കാരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ മനഃപരിവർത്തനം ചെയ്ത് ഞാൻ സംരക്ഷിച്ച 280 പരം ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. ആ ഡോക്യുമെന്ററി ആയിരുന്നു ആദ്യത്തെ പ്രദർശനം. അത് അദ്ദേഹം കണ്ടതിന് ശേഷം ഹി വാസ് ബ്ലോൺ ഓവർ ഹിസ് ഫീറ്റ്. ഇത്ര നല്ലൊരു സംരക്ഷണം ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. കാരണം പല ആളുകൾക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്, ശരിയാണ് ഒരർത്ഥത്തിൽ. പക്ഷെ ഇത്രയും വലിയൊരു സംരക്ഷണം, ഇത്രയും വലിയ റിസ്ക് എടുത്ത്, അതും ഒരു കേരളക്കാരനായ ഒരാൾ, കോഴിക്കോട്ടുകാരനായ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. കാരണം ഇതേവരെ നോർത്ത് ഇന്ത്യൻസ് വരെ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംരക്ഷണ പ്രവർത്തനമായിരിക്കും അത്. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അദ്ദേഹവുമായി സംസാരിക്കുകയുണ്ടായി. പിന്നീട് ധാരാളം അവസരങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കാനും ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ടായി. ഏറ്റവും അവസാനമായി ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് നമ്മുടെ അയോധ്യയുടെ വിധി വരുന്നതിൻ്റെ അല്പം മുമ്പും അതിന് ശേഷവുമാണ്. അയോധ്യയുടെ ഓരോ ദിവസവും ഇതിനെക്കുറിച്ചുള്ള പരിപാടികൾ, അത് കോർട്ട് കേസ് നടക്കുന്നുണ്ടായിരുന്നു. ഡേ ടു ഡേ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡേ ടു ഡേ ഹിയറിംഗിൽ എനിക്കറിയാമായിരുന്നു അന്ന് നമ്മുടെ ഒപ്പോസിഷൻ ഗ്രൂപ്പായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ ഡേ ടു ഡേ ഹിയറിംഗ് നടക്കുമ്പോൾ അവർ ടൈംസ് ഓഫ് ഇന്ത്യയിലോ ഹിന്ദുസ്ഥാൻ ടൈംസിലോ ഒരു ആർട്ടിക്കിൾ പുറപ്പെടുമെന്ന് അവരെക്കുറിച്ച് വളരെയധികം അറിയാവുന്ന, അവരുടെ എല്ലാ സ്തോഭഭാവ പ്രകടനങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാമായിരുന്നു. പക്ഷെ അവർ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അവർ ഔട്ട്സ്മാർട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു 6 കോളം ആർട്ടിക്കിൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ, കാരണം ടൈംസ് ഓഫ് ഇന്ത്യയാണ് എല്ലാ ജഡ്ജിമാരും വായിക്കുക, അതുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അത് പ്രസിദ്ധീകരിക്കാൻ ആ ഫൈനൽ ജഡ്ജ്മെന്റ് വരുന്നതിൻ്റെ ഏതാണ്ട് ഒരു 20 ദിവസം മുമ്പാണ് ഞാൻ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പബ്ലിഷ് ചെയ്തിരുന്നു. അത് കണ്ടപ്പോൾ കൃഷ്ണകുമാർജി എനിക്ക് ഫോൺ ചെയ്തു. കാര്യങ്ങളെക്കുറിച്ച് ഇത് വളരെ നന്നായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് വേറെ പല ആളുകളും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ആളുകൾക്ക് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്ത് വളരെ നന്നായിരുന്നുണ്ട്, വളരെ ടൈംലി ആർട്ടിക്കിളാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. പിന്നെ വിധി വന്നു. എൻ്റെ ആദ്യത്തെ ലെക്ചർ സംഘടിപ്പിച്ചത് നാഗ്പൂരായിരുന്നു. രണ്ടാമത്തെ ലെക്ചർ കോയമ്പത്തൂരായിരുന്നു. അന്നായിരുന്നു അദ്ദേഹവുമായിട്ട് കൂടുതൽ, കാരണം ഞാൻ അവിടെ താമസിക്കുക 2-3 ദിവസം അവിടെ താമസിച്ചു. ആ ടൈമിലായിരുന്നു കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്. എൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സാറോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു പ്രതിവിധി തന്നതിൽ എനിക്ക് വളരെ അത്ഭുതമായി തോന്നിയത്, ഇത് സാധാരണ തരത്തിലുള്ള ഒരു ചികിത്സാ മുറ മാത്രമല്ല, ഇതിൽ ജ്യോതിഷം കൂടിയുണ്ട്, ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തണമെന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അത് ജ്യോതിഷം മാത്രമല്ല, ജ്യോതിഷമുണ്ട്, വൈദ്യമുണ്ട്, അതേപോടൊപ്പം തന്നെ പതഞ്ജലി ഹോമവുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഒരു വിശ്വാസികളാണെങ്കിൽ അത് പെട്ടെന്ന് സ്വീകരിക്കും. അതിൽ നിന്ന് അല്പം വ്യത്യസ്തരായതുകൊണ്ട് ഞങ്ങളും ഇതിനെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ നടത്തി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അല്ല, അതിനൊക്കെ ഞാൻ അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം കോട്ടയത്ത് നിന്ന് ജ്യോതിഷനെ വിളിച്ചു വരുത്തി, അദ്ദേഹവുമായി സംസാരിച്ചു. അതിനുശേഷം പതഞ്ജലി ഹോമത്തിനുള്ള എല്ലാ പരിപാടികളും അവിടെ തന്നെ ഉണ്ടായിരുന്നു, അത് നടത്തി. അങ്ങനെ എൻ്റെ പേഴ്സണൽ ബന്ധങ്ങളിൽ ഇത്രയധികം താല്പര്യമെടുത്ത മറ്റൊരു വ്യക്തിയെ എനിക്ക് ഓർമ്മയില്ല. ഇതേ തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ, ഒരു വലിയ മനുഷ്യൻ, ആര് വന്നാലും എല്ലാറ്റിനെയും നല്ലതുപോലെ കാണുന്ന, നമ്മുടെ ബൃഹദ്രാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ അത് എല്ലാറ്റിനെയും എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മഹാമനുഷ്യന്റെ അനുസ്മരണ മീറ്റിംഗ് ആണ് ഇന്ന് നാം നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് മണികർണിക ഘാട്ടിൽ സംസ്കരിക്കപ്പെടാതെ തന്നെ വൈകുണ്ഠത്തിലേക്കും സ്വർഗാരോഹണം ചെയ്യാൻ കഴിയുന്ന ഒരു മഹാവ്യക്തിയാണ്. ആ മഹാവ്യക്തിയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട്
നമോസ്തസ്യോ നമോസ്തസ്യോ നമോസ്തസ്യോ. ഞാൻ നിർത്തട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു സാർ. അങ്ങയുടെ വിലപ്പെട്ട സമയം കൃഷ്ണകുമാർജിയുടെ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിലും അതുപോലെ തന്നെ വളരെ വിലപ്പെട്ട അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് എല്ലാവരിലേക്കും എത്തിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ലോകം മുഴുവൻ എത്താനുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. എന്തായാലും പ്രിയ മുഹമ്മദ് സാറിന് അഗൈതവുമായ നന്ദിയുണ്ട് സംഘാടക സമിതിയുടെ പേരിൽ പറയുന്നു. ഈ സമയത്ത് അതുപോലെ തന്നെ സെന്റ് തോമസ് കോളേജിൽ നിന്നും പ്രൊഫസറായും വിവിധ കലാലയങ്ങളിലെ പ്രൊഫസറൊക്കെ ആയിരുന്ന ശ്രീ രാജീവ് ഇരിങ്ങാലക്കുട ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയ മഹാനാണ്. അദ്ദേഹത്തെ കൃഷ്ണകുമാർജി അനുസ്മരണത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാനെന്ന ഭാരതീയൻ എന്നതിലൂടെ ഭാരതീയനല്ല വിശ്വമാനവനായി തീർന്ന ശ്രീ കെ മുഹമ്മദ് സാറാണ് PR കൃഷ്ണകുമാർജിയെ കുറിച്ച് ഇപ്പൊ നിങ്ങളോട് സംവദിച്ചിരിക്കുന്നത്. അപ്പോ കൃഷ്ണകുമാർജിയുടെ മഹാത്മ്യം എല്ലാവർക്കും നേരത്തെ അറിയാൻ, കുറച്ചും കൂടി അത് പ്രകാശമാനമായി. എത്ര മനോഹരമായിട്ടാണ് മുഹമ്മദ് സാറ് അദ്ദേഹത്തിന്റെ അനുസ്മരണം നടത്തിയിരിക്കുന്നത്. അതുപോലെ കെ മുഹമ്മദ് സാറിനെ കുറിച്ച് ഇപ്പൊ ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആർക്കിയോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിനോടൊപ്പം ഒരു വേദി പങ്കെടുക്കാൻ ആറന്മുള പൈതൃക സംരക്ഷണ സമിതി രാജേട്ടൻ പറഞ്ഞ ആ സമയത്ത് ഞാൻ അവിടെ എത്തിണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം കേട്ട് അത് ഡോക്ടർ R രാമൻ നായർ സാറിനെ പോലെയൊക്കെയുള്ള ആൾക്കാര് വളരെയധികം സന്തോഷിച്ചൊരു ഘട്ടം. ഇപ്പൊ കൃഷ്ണകുമാർജിയുടെ അനുസ്മരണത്തിന് വന്നപ്പോ മുഹമ്മദ് സാറിനെ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ പഴയകാല സുഹൃത്തുക്കൾ അവരിപ്പോ നിളാവിചാരവേദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷ്ണകുമാർജിയുടെ അനുസ്മരണം സമയത്ത് എല്ലാവരും ഒന്നും കൂടി കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കൃഷ്ണകുമാർജിയെ ഞാൻ കാണുന്നത് ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്. അന്ന് ഞാൻ ഹിന്ദു വിശ്വ മാസികയുടെ എഡിറ്ററാണ്. അപ്പൊ അദ്ദേഹം വന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദക്ഷിണേന്ത്യയുടെ വലിയ പ്രധാനപ്പെട്ട ഒരാളാണ് വരുന്നുണ്ടെന്ന് ഡോക്ടർ K അരവിന്ദാക്ഷൻ സാറ് എന്നോട് പറഞ്ഞു. അന്ന് അദ്ദേഹം അരവിന്ദാക്ഷൻ മാഷ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറി, കുമ്മനം രാജേട്ടൻ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഞാൻ ഈ ഹിന്ദു വിശ്വ മാസികയുടെ എഡിറ്റർ ഇൻചാർജാണ്. അപ്പോ അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ തൃശ്ശൂരില് കേരള സാഹിത്യ അക്കാദമി ഹാളില് മുമ്പില് പോയി നിന്നു. അവിടുത്തെ പരിപാടി ശ്രീ ഗോവിന്ദനുണ്ണിയുടെ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ഒരു പരിപാടിയാണ് നടത്തുന്നത്. ഗോവിന്ദനുണ്ണിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തായി അദ്ദേഹം ഗ്രാമാന്തരങ്ങളിൽ സൈക്കിൾ യാത്രയായിട്ട് ആ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ കൃഷ്ണകുമാർജിയുടെ മരണം ആദ്യം അറിയിക്കുന്നവരിൽ ഒരാള് ഗോവിന്ദനുണ്ണിയാണ്. അപ്പൊ കൃഷ്ണകുമാർജിയെ ആദ്യമായി കാണാൻ പോയ ഞാൻ കേരള സാഹിത്യ അക്കാദമി ആളിന്റെ മുന്നിൽ കാണുന്നത്, കൃഷ്ണകുമാർജിയെ കാണണമെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു ഗോവിന്ദനുണ്ണിയാണ് കാണുന്നത്. അപ്പൊ അന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ ഞാനിവിടെ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്, MA പഠിക്കുന്നു. അപ്പൊ ഞാനാണ് കൃഷ്ണകുമാർജിയെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ആര്യവൈദ്യ ഫാർമസിയുടെ ആളാണെന്നറിയാം, അത്ര മാത്രമേ ഉള്ളൂ. അന്ന് അദ്ദേഹത്തോടൊപ്പം പ്രൊഫസർ പ്രേമ പാണ്ഡുരംഗി ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണകുമാർജി പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നേക്കാളും നല്ലത് പ്രേമാജി ഇന്റർവ്യൂ ചെയ്യുന്നതല്ലേ. അപ്പൊ പ്രേമാജിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ തൃശ്ശൂരില് ഭഗവത്ഗീത സപ്താഹത്തിനൊക്കെ വന്നിരിക്കുന്നു. അതുമാത്രമല്ല മദ്രാസ് പ്രസിഡൻസി കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായി അവര് വളണ്ടറി റിട്ടയർമെന്റോ അതോ റിസൈൻ ചെയ്തിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ഭയം. ഞാൻ പറഞ്ഞു, ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനൊക്കെയാണ് പഠിക്കുന്നതെങ്കിലും
മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ തക്കവണ്ണം ഞാനായിട്ടില്ല. അപ്പോഴാണ് കൃഷ്ണകുമാർജി ഒരു 4-5 മിനിറ്റ് ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ എങ്ങനെ നമുക്ക് കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ കൃഷ്ണകുമാർജിയുമായിട്ടുള്ള ബന്ധം. അന്നൊരു 4-5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം നമുക്ക് തന്ന ഒരു സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. അപ്പൊ അദ്ദേഹം പ്രേമ പാണ്ഡുരംഗ അവരെ ഇന്റർവ്യൂ ചെയ്തു. പിന്നെ കൃഷ്ണകുമാർജി ഇന്റർവ്യൂ ചെയ്തു. അത് ഹിന്ദു വിശ്വയില് കൊടുത്തു. ഇങ്ങനെയാണ് കൃഷ്ണകുമാർജിയുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. പിന്നെ അങ്ങനെ പോയിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഇദ്ദേഹം ഭാരതപ്പുഴയുടെ തീരത്ത്, ഇതിപ്പോ നിളാവിചാരവേദിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്, നിളാവിചാരവേദി മനസ്സിലാക്കേണ്ട അതിൻ്റെ ഒരു പൈതൃക കേന്ദ്രം ദേശമംഗലത്തിനടുത്ത് കൊണ്ടയൂര് ജ്ഞാനാനന്ദ സ്വാമികളുടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ജ്ഞാനാനന്ദ ആശ്രമം എന്നാണ് അതിന്റെ പേര്. അപ്പൊ അവിടെ സ്വാമി പോയി. പിന്നീട് അഖണ്ഡാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി വന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അന്യാധീനപ്പെട്ട ആ ആശ്രമം കൃഷ്ണകുമാർജി ഏറ്റെടുക്കുകയും അതിനിടെ കൃഷ്ണകുമാർജിയും പ്രേമാജിയും കൂടി ക്ഷേത്രോപാസന ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ, പ്രത്യേകിച്ചും നാമാവശേഷമായ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുക മാത്രമല്ല ക്ഷേത്രത്തിന്റെ പൈതൃകം അവിടെ പുനർ ഉജ്ജീവിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഇതൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇവിടെ കൊണ്ടയൂർ ജ്ഞാനാനന്ദ ആശ്രമം. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണുന്നത്. ആ സമയത്ത് ഞാൻ കേരളത്തിലെ ആശ്രമങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരുന്നു. അപ്പൊ ആ പുസ്തകം കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പൊ അന്ന് അദ്ദേഹം എന്നോട് ഈ കേരളത്തിലെ ആശ്രമങ്ങളെ കുറിച്ച്, കാരണം അദ്ദേഹം ഇരിക്കുന്ന സ്ഥലവും കൊണ്ടയൂർ ജ്ഞാനാനന്ദ ആശ്രമം, അദ്ദേഹത്തിന് അവിടുത്തെ ചരിത്രം അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കറിയാവുന്ന പറഞ്ഞു. അപ്പോൾ മടങ്ങി വരുന്ന വഴി അദ്ദേഹത്തിന്റെ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു, അല്ല സാറിനോട് പറഞ്ഞു ഈ കേരളത്തിലെ ആശ്രമങ്ങൾ എന്ന പുസ്തകം അടുത്ത തവണ കൊണ്ടുവരണം ഇവിടേക്ക്, ഞങ്ങൾ ഇന്ന ഡേറ്റിൽ വരുന്നുണ്ട്. അപ്പൊ എൻ്റെ കയ്യിലുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ ആയിട്ട് പിറ്റേ തവണ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഈ ഡ്രൈവർ തന്നെ എല്ലാ പുസ്തകവും വാങ്ങി. എത്ര പുസ്തകം കൊണ്ടുവന്ന് ആ പുസ്തകമൊക്കെ തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ ഡിസ്കൗണ്ട് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചാൽ അല്ലല്ല അത് കൃഷ്ണകുമാർജി പറഞ്ഞിരിക്കുന്ന ആ പുസ്തകം അതേ വിലയ്ക്ക് വാങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പിന്നീടുള്ള ഒരു അനുഭവം. അതിനിടയ്ക്ക് ഈ കൊണ്ടയൂർ ജ്ഞാനാനന്ദാശ്രമം വിദ്യാസാഗർ ഗുരുകുല എന്ന പേരിൽ അവിടെ സ്കൂൾ തുടങ്ങി. അതായത് ഗുരുകുല രീതിയിൽ പഠിപ്പിക്കാൻ. അതിനിടയ്ക്ക് അവിടെ ഈ ക്ഷേത്രോപാസന ട്രസ്റ്റ് വളരെ ഗംഭീരമായി വരികയും ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ചും ഭാരതപ്പുഴയുടെ തീരത്തുള്ള നിലാവിചാരവേദിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഭാരതപ്പുഴയുടെ തീരത്ത്, അതായത് യാഗഭൂമിയായി അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് പല ക്ഷേത്രങ്ങളും ക്ഷയോന്മുഖമായിരുന്നു. അതൊക്കെ ഓരോന്നായി എടുത്ത് അവിടെ ഇദ്ദേഹം കൃഷ്ണകുമാർജിയുടെ ഒരു ഐഡിയ, ഒരു ക്ഷേത്രം ഉദ്ധരിക്കണമെങ്കിൽ പ്രത്യേകിച്ചും അവിടെ നല്ല ശാന്തിക്കാർ വേണം. പണ്ട് നമ്മുടെ ഒരു കവി പാടിയിട്ടുണ്ട്, ക്ഷേത്രം ഗ്രാമത്തിന്റെ കണ്ണാണ്. ആ ഗ്രാമം ഉദ്ധരിക്കപ്പെടണമെങ്കിൽ അവിടെയുള്ള ക്ഷേത്രം ഉദ്ധരിക്കപ്പെടണം. ഇത് തന്നെയാണ് ചമ്പൽക്കാടുകളില് മുഹമ്മദ് സാറ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ കൊള്ളക്കാരെയൊക്കെ അടിച്ചമർത്താൻ തോക്കും ഇതെല്ലാം അദ്ദേഹം ഉപയോഗിച്ചത്. ആ കാടുകളിലുള്ള കൊള്ളക്കാരടക്കം ഭക്തന്മാരാണ്. അപ്പൊ ആ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചതോടുകൂടി അവിടെ കൊള്ള സംഘങ്ങള്, അതായത് കൊള്ളക്കാര് മനുഷ്യരായി. ആദ്യം മനുഷ്യനാവുക, പിന്നെ മാന്യനാവുക. അപ്പൊ ഇവിടെ ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ കൃഷ്ണകുമാർജി ആയാലും മുഹമ്മദ് സാർ ആയാലും ചെയ്തത് എന്താണ്? മാൻ മേക്കിംഗ് ആൻഡ് നേഷൻ ബിൽഡിംഗ്. ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ആദർശമാണ്. ക്ഷേത്രം ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതം ശരീരം കൗന്ദേയ, ശരീരമാകുന്ന ക്ഷേത്രത്തിലെ ആത്മാവാകുന്ന ആ ജീവനെ പുനരുദ്ധരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നവരെയൊക്കെ കുറിച്ചിട്ടൊക്കെ വലിയ വളരെ മോശമാണ്. ഇവർക്കൊന്നും വേറൊരു ജോലിയില്ലേ? അതും നമ്മൾ മലയാളികൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട, കൃഷ്ണകുമാർജി ചെയ്ത ക്ഷേത്രോപാസന ട്രസ്റ്റ്. മുഹമ്മദ് സാറിനെ പോലെയുള്ള ഒരു മുസ്ലിമാണ് ഉത്തരേന്ത്യയിൽ
ഇത് ക്ഷേത്ര പുനരുദ്ധാരണം. അതായത് വാൽമീകി കൊള്ളക്കാരനും കള്ളനുമായിരുന്നില്ലേ, ആ വാൽമീകിയാണ് ആദ്യ കവിയായത്. അതുപോലെ തന്നെ കൃഷ്ണകുമാർജി ക്ഷേത്രോപാസന ട്രസ്റ്റ് നടത്തിയതോടെ അദ്ദേഹം മാൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നല്ല ശാന്തിക്കാരെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് പേരെ അദ്ദേഹം വാർത്തെടുക്കുകയുണ്ടായി. ജ്യോതിഷപ്രകാരം തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്നൊക്കെ ജ്യോതിഷപ്രകാരമാണ് അദ്ദേഹം ഇവരെ തെരഞ്ഞെടുക്കുക. അങ്ങനെ 10-15 കുട്ടികൾ അവിടെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് മോഡേൺ എഡ്യൂക്കേഷൻ തുടങ്ങാനാണ് വിദ്യാസാഗർ ഗുരുകുലം തുടങ്ങിയത്. അപ്പോൾ ഒരിക്കലും ഈ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം കേന്ദ്രീകരിച്ച് വൈത്തൽ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു മുക്താനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ. അപ്പൊ ഞാൻ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ മുക്താനന്ദ സ്വാമിയും കൊണ്ട് ഇവിടെ വരികയുണ്ടായി. മൂല്യപ്രകാശന വീതി എന്നാണ് അതിൻ്റെ ആദ്യ പേര്. അപ്പോ ആ സന്ദർഭത്തിൽ കൃഷ്ണകുമാർജി പറഞ്ഞു, ഇവിടെ കൊണ്ടയൂർ ജ്ഞാനാനന്ദാശ്രമം ഇദ്ദേഹം ഏറ്റെടുത്ത് വിദ്യാസാഗർ ഗുരുകുലമാക്കിയപ്പോൾ അവിടുത്തെ കുറെ വിപ്ലവകാരികളും മാത്രമല്ല കുറെ വിപ്ലവ അങ്കനകൾ കൂടി വന്നിട്ട് പറഞ്ഞു, ഇതെന്താ ആശ്രമം നിങ്ങള് ഹിന്ദുമത കേന്ദ്രമാക്കണമെന്ന് ചോദിച്ചു അത്രേ അദ്ദേഹത്തിലൂടെ. ആശ്രമം സനാതന ധർമ്മ കേന്ദ്രമല്ലേ. അപ്പൊ ഈ ചോദ്യത്തിൽ എന്താ അർത്ഥം? ജ്ഞാനാനന്ദ ആശ്രമം സനാതന ധർമ്മ കേന്ദ്രം. അപ്പൊ പിന്നീട് അത് അങ്ങനെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം വളരെ നയപരമായിട്ട് ഇവർക്കൊക്കെ ഉത്തരം കൊടുത്തു. ഈ ചോദിച്ചവര് തന്നെ പിന്നീട് മക്കളെ കൊണ്ടുവന്ന് അവിടെ ചേർത്തു. ഇപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 10ാം ക്ലാസ് വരെ ഉണ്ട്. അവിടെ ഞാൻ വടക്കാഞ്ചേരി വ്യാസ കോളേജില് പഠിപ്പിച്ച കുറെ വിദ്യാർത്ഥികള് അവിടെ അധ്യാപകരായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ള വിവരവും ഈ അടുത്ത് എനിക്ക് കിട്ടിയ വളരെ സന്തോഷകരമായിട്ട്. അത് നൂറുകണക്കിനല്ല, എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുള്ള ഒരു കേന്ദ്രമായി തീർന്നു വിദ്യാസാഗർ ഗുരുകുലം. അപ്പോ ക്ഷേത്രം നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വെറും ഉത്സവ കേന്ദ്രങ്ങൾ മാത്രമല്ല വിജ്ഞാനോത്സവ കേന്ദ്രങ്ങളുമായി തീരണം നാരായണ ഗുരുദേവൻ. അദ്വൈതിയായ നാരായണ ഗുരുദേവനും ശങ്കരാചാര്യസ്വാമി എന്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസര് ദക്ഷിണേശ്വരം ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സന്ദർഭത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്ന വെറും ആചാര കേന്ദ്രങ്ങളല്ല, ആചാരവും വിചാരവും വന്ന മനുഷ്യന് നിർമ്മിക്കാനുള്ള കേന്ദ്രങ്ങളായി തീരാൻ അദ്ദേഹം ഈ ക്ഷേത്രോപാസന ട്രസ്റ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു പക്ഷെ നിലാവിചാര വേദിക്ക് ഇതിനെ കുറിച്ചൊരു പഠനം ക്ഷേത്രോപാസന ട്രസ്റ്റ് ചെയ്ത സേവനങ്ങൾ, പ്രത്യേകിച്ച് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങൾ, അതിൻ്റെ വളർച്ച, തളർച്ച, പിന്നീടുള്ള പുനരുജ്ജീവനമൊക്കെ പഠിക്കേണ്ട ഈ സന്ദർഭത്തിൽ ഒരു അവസരം കൂടിയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ആദ്യം നാലമ്പലം തീർത്ഥയാത്രയെ കുറിച്ചിട്ടാണ് പുസ്തകം എഴുതുന്നത്. അത് മുഹമ്മദ് സാറ് ഇവിടെ എഴുതുന്നത്. തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങൾ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നന്. പിന്നെ അതിനകത്ത് മലപ്പുറം ജില്ലയിൽ പോയിട്ട് എഴുതി. ആദ്യം എഴുതുന്ന പുസ്തകം ഈ നാലമ്പലം തൃശ്ശൂർ 32 പേജ് ഉള്ള 12 എഡിഷൻ കഴിഞ്ഞു. ഈ രാമായണ മാസക്കാലത്ത് തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങളുടെ. അപ്പൊ ഇതൊക്കെ സസൂക്ഷ്മം കൃഷ്ണകുമാർജി വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഓരോ പുസ്തകം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും, കത്തുകൾ വരും, ചിലപ്പോൾ ഫോൺ വിളിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ ആശ്രമങ്ങളെ കുറിച്ച് പുസ്തകം എഴുതുന്നത്. അപ്പൊ അത് കഴിഞ്ഞു ശങ്കര മഠങ്ങളെ കുറിച്ച് പുസ്തകം എഴുതി. കന്യാകുമാരി മുഞ്ചിറ മഠം മുതൽ കാസർഗോഡ് ഇടനീർ മഠം വരെ. അപ്പൊ ഈ പുസ്തകം കിട്ടുമ്പോഴൊക്കെ കൃഷ്ണകുമാർജി വിളിച്ചിട്ട് ഓരോ മഠങ്ങളെ കുറിച്ച്, തെക്കേ മഠത്തിന്റെ കാര്യം, നടുവിൽ മഠത്തിന്റെ കാര്യം, തൃക്കേക്കാട്ട് മഠത്തിന്റെ കാര്യം, ഇതൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ഈ തൃശ്ശൂർ ജില്ലയിലെ അവിട്ടത്തൂരുള്ള മുഞ്ചിറ മഠം അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് വീണ്ടെടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, കുറെ ധനസഹായം ചെയ്തു. അപ്പോൾ അതിന്റെ തൊട്ടടുത്ത മുഞ്ചിറ ആശ്രമം ഒരു നമ്പൂതിരി സമുദായക്കാരനായ ഒരു സ്വാമി, പിന്നീട് അദ്ദേഹം ബ്രഹ്മസമഠത്തിൽ പഠിച്ച ആളാണ്, ചെന്മിയ മിഷനിൽ പോയി. അതിൽ നിന്നും അദ്ദേഹം വിട്ടുപോന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇത് ആലോചിച്ചപ്പോൾ അവിടുത്തെ അത് നോക്കുന്ന സ്ഥലത്തെ പ്രധാന ദിവ്യം പറഞ്ഞു അത്രേ, സന്യാസിമാരെ ഞങ്ങളെ ഇവിടെ കയറ്റില്ല. ആലോചിച്ച് നോക്കണം, ശങ്കരമഠങ്ങളാണ്.
ആ ശങ്കരമഠങ്ങളിലെ സാന്ദീപിനിയിലൊക്കെ പഠിച്ച ഒരു സന്യാസിയെ കയറ്റില്ലെങ്കിൽ ഇതാണ്. അത് കൃഷ്ണമാജി എന്നോട് പറഞ്ഞതാണിത്. അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ആശ്രമങ്ങള്, മഠങ്ങൾ, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. പിന്നീട് അത് കഴിഞ്ഞു ശങ്കരമഠങ്ങൾ, രാമകൃഷ്ണ പ്രസ്ഥാനം, ചട്ടമ്പി സ്വാമികളുടെ ആശ്രമങ്ങൾ, ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഓരോ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. പിന്നീട് എൻ്റെ ഈ പുസ്തക പ്രകാശനം വളരെ ഭംഗിയായിട്ട് നടത്തി. എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയത് മാതൃഭൂമി ബുക്സാണ് ശ്രീരാമകൃഷ്ണ സംഘ സന്യാസിമാർ കേരളത്തിൽ എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പൊ മുഹമ്മദ് സാറ് നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമിയുടെ ഹാളിൽ വെച്ചിട്ടാണ്, കോഴിക്കോട് ഹാളിൽ വെച്ചാണ് ഇതിന്റെ പ്രകാശന ചടങ്ങ്. മാതൃഭൂമിയുടെ MP വീരേന്ദ്രകുമാർ സാറൊക്കെ ഉണ്ട്. രാമകൃഷ്ണ മിഷന്റെ, കോഴിക്കോട് രാമകൃഷ്ണ മിഷനിലെ അന്നത്തെ പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പരിപാടി തുടങ്ങി, പ്രാർത്ഥന കഴിഞ്ഞ് സ്വാഗത പ്രസംഗം തുടങ്ങുന്ന സമയത്ത് കുറെ പേര് അവിടെ ഒരു ബൊക്കയുമായി വന്നിട്ട് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് കൃഷ്ണകുമാർജി തരാൻ പറഞ്ഞിട്ട് തന്നതാണ്. ഞങ്ങൾ ആര്യവൈദ്യ ഫാർമസിയുടെ കോഴിക്കോട് ബ്രാഞ്ചുള്ള ആൾക്കാരാണ്. തരുക മാത്രമല്ല പരിപാടിയിൽ ഫുൾ ടൈം ഇരിക്കണം എന്നും ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. ഇതാണ് കൃഷ്ണകുമാർജി. അത് കഴിഞ്ഞു ശ്രീമദ് ചിന്മയാനന്ദ സ്വാമികളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഒരു പുസ്തകം ഞാൻ തയ്യാറാക്കി. അതും മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ അതിന്റെ പ്രകാശനം തിരുവനന്തപുരം ചെന്മയ മിഷന്റെ ഹാളിൽ വെച്ചിട്ടാണ്. അത് അന്നത്തെ കേരള ഗവർണർ റിട്ടയർഡ് ജസ്റ്റിസ് P. സദാശിവമാണ്. വലിയ സദസ്സായിരുന്നു അത്. വളരെ പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടായിരുന്ന സദസ്സില്. അപ്പോഴും ഞാനൊരു മൂലയിൽ ഇരിക്കുമ്പോൾ അപ്പോഴും തിരുവനന്തപുരത്ത് ആര്യവൈദ്യ ഫാർമസിയുടെ ആൾക്കാർ വന്ന് എനിക്കൊരു ബുക്ക് തന്നു. അപ്പൊ കൃഷ്ണകുമാർജി ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി. ഇപ്പൊ മുഹമ്മദ് സാർ ഇവിടെ നേരത്തെ അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തിന് കുറച്ചു മുമ്പുള്ള കാര്യം പറഞ്ഞു. മുഹമ്മദ് സാറും ഞാനുമൊക്കെ അജഗജാന്തരമാണ്. പക്ഷെ കൃഷ്ണകുമാർജിയുടെ മുന്നില് സമന്മാരാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് ഹിന്ദു വിശ്വയുടെ എഡിറ്ററായി ഇരിക്കുമ്പോൾ ശിവയോഗിനി മാതാവിനെ കുറിച്ചിട്ട് ഒരു പതിപ്പിറക്കി. അപ്പൊ ആ പതിപ്പ് വന്നപ്പോ പലരും പറഞ്ഞു, ഈ തൃപ്രാജ് ശിവയോഗിനി മാതാവ് എഴുതിയിട്ടുള്ള ഗാനങ്ങള് യേശുദാസാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശുദാസിനെ കൊണ്ട് ഇത് പ്രകാശനം ചെയ്യിപ്പിച്ചാൽ എങ്ങനെയാണ് എന്ന് വെച്ചു. അപ്പൊ ആ സമയത്ത് കൃഷ്ണകുമാർജിയോടൊപ്പം ഗാനഗന്ധർവനായ യേശുദാസ് തൃശ്ശൂര് വരുന്നുണ്ട്. ഭവൻസ് വിദ്യാമന്ദിറിന്റെ ഒരു പരിപാടി. അപ്പൊ അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള രാമേന്ദ്രവാജ് സാറുടെ വീട്ടിൽ നിന്നാണ് അവര് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഞാൻ കൃഷ്ണകുമാർജിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, തൃപ്രയാർ ശിവയോഗിനി മാതാവിന്റെ പതിപ്പ് കൃഷ്ണകുമാർജി യേശുദാസിന് കൊടുത്തിട്ട് അതിന്റെ പ്രകാശനം ചെയ്യാം. അതിനെന്താ രാജീവ്, ഒരു ചന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് വരും, നമുക്കത് ഏർപ്പാടാക്കാം. അപ്പൊ ഞാൻ അതുമായിട്ട് ചെന്നു. അപ്പൊ രാമേന്ദ്രൻ സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. യേശുദാസൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഈ പുസ്തകം കൊണ്ടുവന്ന അല്ല അതൊക്കെ പോട്ടെ, രാജീവ് വരും എന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അപ്പൊ ഈ പുസ്തകം അതേപോലെ, അപ്പൊ തൃപ്രാജ് ശിവയോഗിനി മാതാവിനെ കുറിച്ച് ആരും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മള് ഒരു പതിപ്പ്, അതും ഹിന്ദു വിശ്വ മാസിക, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹിന്ദു വിശ്വ മാസികയിൽ തൃപ്രാജ് ശിവയോഗിനി മാതാവിനെ കുറിച്ചിട്ടുള്ള പതിപ്പ് ഇറക്കണം. അപ്പൊ അത് അന്ന് അവിടെ പ്രകാശനം ചെയ്തു. എന്നെയൊക്കെ ഇരുത്തി ഒരു ഫോട്ടോ എടുത്തു. അത് പിന്നീട് കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം അയച്ചു തന്നു. അപ്പൊ ഞാൻ ഇത്തരം വിവരങ്ങള്, ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒരാളെ കണ്ടെത്തി സസൂക്ഷ്മം മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി. പിന്നെ അവസാനം ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, ഞാനും കേരളപാണിനിയുടെ പൗത്രി പ്രൊഫസർ J. ലളിത ടീച്ചറും കൂടി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാശ്രമമായ തിരുവനന്തപുരം കുളത്തൂരുള്ള സ്വയം പ്രകാശാശ്രമത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരുന്നു, സച്ചിദാനന്ദ സാഗരം. അപ്പൊ അതിന്റെ അവതാരിക എഴുതിയത് പ്രശസ്ത വേദാന്താചാര്യനായ പ്രൊഫസർ G. ബാലകൃഷ്ണൻ നായർ സാറാണ്. അപ്പൊ ആ പുസ്തകവും അയച്ചു കൊടുത്തു. കുറച്ച് കാലം കഴിഞ്ഞ് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്നു. അത്
ആസ് ബ്രൈറ്റ് ആസ് ബില്യൺ സൺസ്. ഇത് പ്രസിദ്ധീകരിച്ചത് സ്റ്റോൺ ഹിൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ അവര് കോയമ്പത്തൂരാണ് അത് ആസ്ഥാനം. അതിന്റെ ആൾക്കാര് യൂറോപ്യൻസ് ഉണ്ട് അതിൽ എല്ലാം. അപ്പൊ അവർക്കൊരു മോഹം പി ആർ കൃഷ്ണകുമാറിനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് കോയമ്പത്തൂര് ഒരു റിലീസ് ഫംഗ്ഷൻ നടത്തിയാലോ. നമ്മുടെ തിരുവനന്തപുരത്ത് ഇതൊരു ഫംഗ്ഷൻ നടത്തുന്നു. ഡോക്ടർ MS വല്യത്താൻ സാറാണ് പ്രകാശനം ചെയ്തത്. അതുകൂടാതെ കോയമ്പത്തൂര് നടത്താൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ കൃഷ്ണകുമാർജി ഉണ്ട്, നമുക്ക് സമീപിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ അവിടെ ഞങ്ങൾ ഒരുമിച്ച് ചെന്നപ്പോ അതിനെന്താ ഇവിടുത്തെ ഹാളിലും നടത്താം, ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവിടെയും ആ പുസ്തകത്തിന്റെ ഒരു പ്രകാശനം നടന്നു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ അവസാനമായിട്ട് കാണുന്നത്. പിന്നീട് ഫോണിൽ കൂടെ ഈ പിന്നീട് നടക്കുന്ന പുസ്തകങ്ങളിൽ കൂടെയൊക്കെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ഒക്കെ അയച്ചു കൊടുക്കും, വിവരങ്ങൾ കിട്ടും. അല്ല, അതിനു മുമ്പ് വളരെ ഒരു കാര്യം കൂടിയും, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. അതിനിടയ്ക്ക് കേരളത്തിലെ ആശ്രമങ്ങളെയൊക്കെ കുറിച്ച് പുസ്തകം എഴുതി. രാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ അത് എഴുതി. പിന്നെ ശങ്കരമഠങ്ങൾ കേരളത്തിൽ എഴുതി. ശ്രീരാമകൃഷ്ണ സംഘസന്യാസിമാർ എഴുതി. ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം മലയാളത്തിൽ എഴുതി, അതും കേരള സാഹിത്യ അക്കാദമിയുടെ സ്കോളർഷിപ്പോടുകൂടി. അപ്പോഴാണ് എനിക്കൊരു തോന്നിയത് ഇതിനെല്ലാം കാരണം സ്വാമി വിവേകാനന്ദന്റെ കേരള യാത്രയാണല്ലോ. അപ്പൊ പാലക്കാട് മുതൽ കന്യാകുമാരി വരെ ഒരു യാത്ര നടത്തണം. ആ യാത്രക്കിടയിലാണ് ഞാൻ മനസ്സിലാക്കിയത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്താണ്, അത് ശരിയാണ്. കേരളം ഭ്രാന്താലയമാണ്. അത് 1892 സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം 120 വർഷം കഴിഞ്ഞ് ഒരു പുസ്തകം എഴുതാൻ ഞാൻ കേരള യാത്ര നടത്തിയപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങളോട് ആര് ഈ യാത്ര നടത്താൻ പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പുസ്തകം എഴുതാനാണ്. ആ പുസ്തകം എഴുതാൻ ആരെങ്കിലും യാത്ര നടത്തുക? ഇത് ചോദിക്കുന്നത് ആരുമല്ല, സ്വാമി വിവേകാനന്ദന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നത് ഞങ്ങളുടെ കുത്തകയാണെന്ന് ധരിക്കുന്നവരാണ് ചോദിക്കുന്നത്, മറ്റുള്ളവരൊന്നല്ല. അപ്പൊ ഇതൊക്കെ അറിയുന്ന കൃഷ്ണകുമാർജി അത് 3-4 തവണ നടത്തി. അതിൽ ഒരു തവണ ഇദ്ദേഹം ഈ വിവരങ്ങൾക്കറിഞ്ഞ് അപ്പൊ ഒരിക്കലും പറഞ്ഞു, രാജീവ് എന്തിനാ പാലക്കാട് എന്ന് തുടങ്ങണേ, കോയമ്പത്തൂരിൽ നിന്ന് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഒരു നവംബർ 27 സ്വാമി വിവേകാനന്ദൻ വരുന്നത്. അത് ബാംഗ്ലൂരിൽ നിന്നും പാലക്കാട്ടേക്ക്. അപ്പൊ കോയമ്പത്തൂർ വഴി വന്നിട്ടുണ്ടാവൂലേ, ഇവിടെ വരൂ എന്ന് പറഞ്ഞാൽ പാലക്കാട് നവംബർ 27 സ്വാമി വിവേകാനന്ദൻ എത്തി. 25 ഞാൻ ഒരു വർഷം, എനിക്ക് തോന്നുന്നു 2015 അവിടെ എത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അപ്പോഴേക്ക് എന്റെ പുസ്തകം വന്നു, സ്വാമി വിവേകാനന്ദനും കേരളം എന്നുള്ള പുസ്തകം വന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രാജീവ് ഒരു കാര്യം ചെയ്യൂ, ഇവിടെ ആനക്കട്ടിയിലെ ദയാനന്ദ സ്വാമി ഉണ്ട്, ദയാനന്ദ സ്വാമി ഒന്ന് പോയി കണ്ടുപോയി. അദ്ദേഹം വളരെ അവശനായിട്ടിരിക്കുകയാണ്, ഞാൻ കാര്യങ്ങൾ വിളിച്ചു പറയാം. ഞാൻ 6 തരം അദ്ദേഹത്തെ കണ്ടൊന്ന് നമസ്കരിച്ച് ഈ പുസ്തകവും കൊടുത്ത്. അപ്പൊ ഞാൻ ഈ പുസ്തകം ഫസ്റ്റ് എഡിഷൻ പെട്ടെന്ന് ചെലവായി, സെക്കൻഡ് എഡിഷൻ കേരള ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ നല്ല കാര്യമാണ്, സ്വാമി ഒന്ന് പോയി കണ്ടുപോയി. അദ്ദേഹം വളരെ അവശനായി ഇരിക്കുകയാണ്. അപ്പൊ എന്റെ കേരളത്തിലെ ആശ്രമങ്ങൾ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമാണ് കാർ അറേഞ്ച് തന്നു. അദ്ദേഹത്തെ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കൃഷ്ണകുമാർജി പറഞ്ഞിട്ടാണ് കാണാൻ പറ്റിയത്. അപ്പൊ ഒരു സാധാരണക്കാരനായ ഒരാളെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു, ഇപ്പൊ ക്ഷേത്രോപാസന ട്രസ്റ്റ് ഇതൊക്കെ പറഞ്ഞു, ഒരു സാധാരണക്കാരനായ ഒരാളെ, അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് അക്രോസ് ദ ലൈനാണ്, സാധാരണക്കാരൻ തൊട്ട് അങ്ങേയറ്റത്തില്. അപ്പൊ അവരെയൊക്കെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കാര്യം. അപ്പോ ഈ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അടുത്തും അകലെ നിന്നും അദ്ദേഹത്തെ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തനിക്ക് ഒരാളെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് അദ്ദേഹം വളരെ നിശബ്ദമായി ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്രയും പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പത്മശ്രീ PR കൃഷ്ണകുമാറിന്റെ സേവന സംരംഭങ്ങളെല്ലാം തന്നെ നിശബ്ദവും നിസ്തുലവുമായിരുന്നു. അതുകൊണ്ട് അത് കാലം ഇനി മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനുള്ള മേഖലകളുണ്ട് ആയുർവേദത്തിന്റെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം ആറ്റിങ്ങൽ
ഉള്ള തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ കോയിക്കൽ കൊട്ടാരത്തിൽ ഒരു ചികിത്സയ്ക്ക് എൻ്റെ കൂടെ കേരളവാണിനിയുടെ പൗത്രി ലളിത ടീച്ചറും ഉണ്ടായിരുന്നു. അവർ വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. ഞങ്ങൾ അത് തെരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അതിന്റെ ഡയറക്ടറായ മധുസൂദൻ സാറ് കൃഷ്ണകുമാർജിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് WHO പ്രോജക്റ്റുമായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അപ്പൊ ഇങ്ങനെ വിവിധ ജീവിതത്തിന്റെ നാനാ തുറകളുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം, അവരെയൊക്കെ അറിഞ്ഞ് ഏതെല്ലാം രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സ്, അത് ഏറ്റെടുക്കുക എന്നുള്ള ഒരു ദൗത്യം നിള വിചാരവേദിക്കുണ്ട്. അപ്പൊ ഇത് ഒരു തുടക്കമാണ്, നല്ലൊരു തുടക്കമാണ്. അത് ചെയ്യുന്നതോടുകൂടി നിള വിചാരവേദിക്കല്ല, നിളയുടെ തീരങ്ങൾ ഭാസുരമാകട്ടെ, ശോഭനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. വളരെ നന്നായിട്ടുണ്ട്. വളരെ നന്ദി. സാറിന്റെ മനോഹരമായിട്ടുണ്ട്. മണികർണിക ഘാട്ടിനെയൊക്കെ കുറിച്ച് പറഞ്ഞ് എത്രത്തോളം യെസ്. മുഹമ്മദ് സർ, രാജീവ് സർ, വളരെ ഹൃദ്യമായ 2 പ്രഭാഷണങ്ങൾ. സത്യം പറഞ്ഞാൽ കേട്ടു മതിയായില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നു. ഇത്രയും കൃഷ്ണകുമാർജിയായി അടുപ്പമുണ്ട് രാജീവ് സാറായാലും മുഹമ്മദ് സാറാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം അത്രയും ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹമായി. ഇത്രയും നല്ലൊരു പ്രഭാഷണം ഞങ്ങൾക്ക് കുറച്ചു നേരം കൂടി അത് കേട്ടിരിക്കണമെന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ സമയം ഏകദേശം 8 ആയതുകൊണ്ടും ഇത്ര സമയമാണ് ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് ഞങ്ങൾ ഓർഗനൈസേഴ്സിന്റെ ഭാഗത്തു നിന്ന് 2 പേരോടും നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഇനിയും ഞങ്ങളുടെ എല്ലാവിധ ആക്ടിവിറ്റീസിലും എല്ലാ പ്രവർത്തനങ്ങളിലും 2 പേരും ഭാഗമാവണം. നാളെ സർ കേരള ആയുർവേദ സമാജത്തിന്റെ പ്രസിഡന്റായ ശ്രീ എം മുരളീധരനും സമാജത്തിലാണ് കൃഷ്ണകുമാർജി അദ്ദേഹത്തിന്റെ ആയുർവേദ പഠനം തുടങ്ങി വെച്ചതിന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പൊ അദ്ദേഹവും കൃഷ്ണകുമാർജിയുടെ മരുമകനായ ഡോക്ടർ രാംകുമാർ AVP ഇപ്പോൾ ഡയറക്ടറാണ്, അദ്ദേഹവുമാണ് നമ്മുടെ കൂടെ നാളെ ജോയിൻ ചെയ്യുന്നത്. 2 പേരും അവരെ ശ്രവിക്കാൻ ഉണ്ടാകണമെന്ന് കൂടി ഞങ്ങളുടെ ആഗ്രഹം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം സമയം സ്പെൻഡ് ചെയ്തതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. മുഹമ്മദ് സാറിന്റെ പ്രവൃത്തി മണ്ഡലം ഡൽഹി ആണെന്നറിയാം, അത് കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കണം എന്നൊരു ആശ കൂടി ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. താങ്ക് യു രാജീവ് സർ, താങ്ക് യു മുഹമ്മദ് സർ, താങ്ക് യു. നമസ്കാരം. നമസ്കാരം.